ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലോർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമാവതാരം. பரசுராம அவதாரத்துக்கு முன்னாடி தத்தாவதாரத்தை வர்ணிக்கிறார். ஸ்லோகம் 1. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. അത്രേഹേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിദഃ ജാതഃ ശിഷ്യ നിബന്ധ തന്ത്രിത മനാഹ സ്വസ്ഥഃ ചരൻ കാന്തയാ ദൃഷ്ടഃ ഭക്ത തമേന ഹേഹയാ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യ മുഖാൻ പ്രദായ ദധിധ സ്വേന ഏവ ച അന്തേ വധം. ത്വം പുരാ അത്രേഹ പുത്രതയാ അനസൂയായാം ദത്താഭിതഃ ജാതഃ ഹി. முன்னொரு காலத்தில் நீர் அத்ரி மகர்ஷியுடைய புத்திரனாக அனசூயா தேவியிடம் தத்தன் என்ற பெயரில் அவதரித்தீர் அல்லவா. ശിഷ്യ നിബന്ധ തന്ത്രിതമനാഹ സ്വസ്ഥഃ കാന്തയാ ചരൻ ത്വം. ശിഷ്യர்களுடைய നിർബന്ധത്താൽ സലിത്തുപോയി മനേവിയുடன் സ്വസ്ഥமாக സഞ്ചരിത്തീർ. ഭക്തതമേന ഹേഹയമഹീപാലേന ദൃഷ്ടഃ. சிறந்த பக்தனாகிய கார்த்தவீர்யார்ஜுனன் உம்மை தரிசித்து தஸ்மை அஷ்டைஸ்வர்யமுகான் വരാൻ പ്രദായ. ഉമ്മിടമിരുന്ന അഷ്ടൈശ്വര്യങ്ങളെയും വരങ്ങളാக അവനുക്ക് കൊടുത്ത് അന്തേ സ്വേന ഏവ വധം ച ദദിത. முடிவில் உம்மாலேயே சாவும் வரும் என்பதையும் வரமாக அவனுக்கு கொடுத்தீர். முன்னொரு காலத்தில் நீர் அத்ரி மகர்ஷிக்கு புத்திரனாக அனசூயா தேவியிடம் அவதரித்து ദത്താത്രേയൻ என்ற பெயருடன் விளங்கினீர் அல்லவா. சீடர்களுடைய நிர்பந்தத்தால் சலித்துப்போய் மனைவியுடன் சொஸ்தமாக சஞ்சரித்தீர். சிறந்த பக்தனாகிய ஹேகே நாடு மன்னர் கார்த்தவீர்யார்ஜுனன் உம்மை தரிசித்து உம்மிடமிருந்த அஷ்டைஸ்வர்யம் முதலியவற்றை வரங்களாக பெற்றான். முடிவில் உம்மாலேயே சாவும் என்பதையே வரமாக அவனுக்கு அளித்தீர். ஸ்ரீமத் பாகவதம் நவமஸ்கந்தம் 15-16 அத்தியாயங்களில் பரசுராம அவதார கதை சொல்லப்பட்டிருக்கிறது. சிஷ்யரை படிப்பித்து கொண்டிருந்தால் சமாதிபங்கம் வருமென்று நினைத்து ആശ്രമവാസത്തെ ഉപേക്ഷിച്ച് നിവർത്തി മാർഗത്തെ തേടി ചെன்றார். അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. ശ്ലോകം 2. സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ
രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. പദം പിരിക്കാം. സത്യം കർത്തും അഥ അർജുനസ്യ ച വരം തത് ശക്തി മാത്ര ആനദം ബ്രഹ്മദ്വേഷി തഥാ അഖിലം നൃപകുലം ഹന്തും ച ഭൂമേഃ ഭരം സഞ്ജാതഃ ജമദഗ്നിദഃ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമഃ നാമ തത് ആത്മജേഷു അവരജഃ പിത്രോഃ അഥാഃ സമ്മതം. ഹേ ഹരേ ത്വം അത അർജുനസ്യ വരം സത്യം കർത്തും ച. ഹരിയെ, அதற்கு பிறகு கர்த்தவீரார்ஜுனனுக்கு நீர் கொடுத்த வரத்தை சத்தியமாக்குவதற்கு பிரம்மத்வேஷி பூமே வரம் ததா தசக்தி மாத்ரானதம் அகிலம் நிருபகுலம் ஹந்தும் ச. அந்த காலத்தில் அந்த அரசனுடைய சக்தியினால் வேதத்ரோகிகள், அதாவது பிராமண துரோகிகளுமான அவர்கள் ഭൂമിക്ക് ഭാരமாக ആകിവിട്ടതാൽ എല്ലാ അരസകുലത്തെയും അഴിപ്പതற்காகவும் ഭൃഗുകുലെ ജമദഗ്നിതഃ രേണുകായാം തദാത്മജേഷു അവരജഃ രാമഃ നാമ സംജാതഃ. ഭൃഗുവംശത്തിൽ ജമദഗ്നി രേணுகாதேவியிடம் அவர்களுடைய கடைசி புத்திரனாக ராமன் என்ற பெயரில் அவதரித்து பித்ரோஹோ சம்மதம் அதாகா பெற்றோர்களை மகிழ வைத்தீர். ஹரியே, அதன் பிறகு நீர் கார்த்திருவீரார்ஜுனனுக்கு முடிவில் கொடுத்த வரத்தை சத்தியமாக்குவதற்கும் அந்த காலத்தில் அந்த அரசனுடைய சக்தியினால் மட்டும் அடங்கியிருந்தாலும் பிராமணர்களை பகைத்து பூமிக்கு பாரமாக ஆகிவிட்ட எல்லா அரசகுலத்தையும் அழிப்பதாகவும் பிருகு மகர்ஷியின் வம்சத்தில் ஜமதக்னி ரிஷிக்கு ரேணுகாதேவியிடம் அவர்களுடைய கடைசி புத்திரனாக அவதரித்து ராமன் என்ற பெயர் பெற்று பெற்றோர்களை மகிழ வைத்தீர். സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. ശ്ലോകം 3. சின்ன வயதில் இருக்கும் பொழுதே பரசுராமன் தன்னுடைய அற்புத கிருத்தியங்களை காட்டுகிறார். ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിദോ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ. പദം പിരിക്കാം. ലബ്ധ ആംനായ ഗണഃ ചതുർദശ വയാഃ ഗന്ധർവ രാജേ മനാക് ആസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധ ആകുലസ്യ ആജ്ഞയാ താത ആജ്ഞാ അധിക സോദരൈഃ സമം ഹിമാം ഛിത്വാ അധ ശാന്താത് പിതുഃ തേഷാം ജീവന യോഗം ആപിധ വരം മാതാ
ച തേ അദാത് വരാൻ. ലബ്ധാമനായ ഗണക വേദശാസ്ത്രങ്ങളെയെല്ലാം கற்று சதுர்தச வயாக துவம் 14 வயதில் நீர் கந்தர்வராஜாவான சித்திரரதனின் மனாக் ஆசக்தாம் கில மாதரம் பிரதி. உமது தாயார் மன ചലനമടയുന്നതേ കണ്ട് ക്രോധാകുലസ്യ പിതുഹു ആജ്ഞയ കോപമടയുന്ന ഉമത് തന്തയിൻ കട്ടളയാൽ താതാജ്ഞാതിക സോദരേഹി സമം തന്തയുடைய ആജ്ഞയെ ഉൻ സഹോദരர்கள் ഒപ്പവിல்லை அதனால் அவர்களையும் சேர்த்து இமாம் சித்துவா தாயாரை கொன்றுவிட்டு அத சாந்தாத் பிதுகு பிறகு கோபம் சமித்த பிதாவிலிருந்து தேஷாம் ஜீவனயோகம் வரம் ஆபிதா அவங்களுடைய அதானது தாயாருடையும் சகோதரர்களுடையும் ജീവനെ തിരുപ്പി കൊടുക്ക വേണ്ടും என்று വരത്തെ സമ്പാദിത്തീർ. മാതാച്ച തേ വരാൻ അതാത് തായാരും വരങ്ങളെ അളിത്താൾ. 14 വയതിൽ വേദശാസ്ത്രങ്ങളെയെല്ലാം കற்றுവരാനീർ. அப்பொழுதொரு நாள் ஒரு கந்தர்வராஜனிடம் அவனுடைய ஜலக்கிரீடையை பார்த்ததினால் உமது தாயார் மனம் சலனமடைந்ததாக கண்டு உமது பிதாவின் கட்டளையால் தாயாரை கொன்றுவிட வேண்டும் என்று உன் சகோதரர்கள் அதற்கு ஒப்பவில்லை. அவர்களையும் சேர்த்து கொன்று உமது பிதாவின் கட்டளையை நிறைவேற்றிவிட்டு பிதா சாந்தமானதும் எல்லோரும் பிழைத்து வர வேண்டும் என்று வரத்தை வாங்கி கொண்டீர். தாயாரும் உமக்கு வரங்களை அளித்தாள். தாயாருக்கும் சகோதரர்களுக்கும் ஜீவன் திருப்பி கொடுக்க வேண்டும். நான் அவர்களை கொன்றுவிட்டேன் என்ற ஞாபகம் இல்லாமல் இருக்க வேண்டும் என்று ஜமதக்னி ராமனுக்கு வரமளித்தார். ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാതികസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ. ശ്ലോകം 4. പിത്രാ മാതൃമുദേസ്തവാഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പദം പിരിക്കാം. പിത്ര മാതൃ മുദേ സ്തവ ആഹൃത വിയത് ധേനോഃ നിജാത് ആശ്രമാത് പ്രസ്ഥായ അധ ഭൃഗോഃ ഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത് പരശും തത് ഉക്ത ധനുജ ഛേദി മഹാ അസ്ത്രാദികം പ്രാപ്തഃ മിത്രം അധ അകൃതവ്രണമുനിം പ്രാപ്യ ആഗമഃ സ്വ ആശ്രമം. അത ത്വം ഭൃഗോഹോ ഗിരാ. பிறகு பரசுராமனான நீர் பிருகு மகர்ஷியுடைய நியோகத்தால் பித்ரா மாதృமுதே உமது தந்தை உன் தாயாரின் பிரீதிக்காக தவாஹிருத வியத்தேனோ நிஜாத் ஆசிரமாத் பிரஸ்தாயா പിതാവിൻ സ്തുതിയിനാൽ കാമധേനുവെ ദേവലോകത്തിലിരുന്ന് സ്വന്തം ആശ്രമத்துக்கு അழைத்து வரப்பட்டது. ഹിമഗിരൗ ഇമയമലയ്ക്ക് சென்று கௌரிபதிம் ஆராத்யா ஸ்ரீ பரமேஸ்வரனை ஆராதித்து தத்பரசும் லப்த்வா
அவருடைய வெண்மழுவை சம்பாதித்து ததுக்த தனுஜ செய்தி அவர் குறிப்பிட்ட அசுரனை கொன்று മഹാസ്ത്രാധികം പ്രാപ്തഃ അതാ ദിവ്യാസ്ത്രം അതായത് ബ്രഹ്മാസ്ത്രം മുതലിയവற்றையும் അടയുന്നത് അകൃതവൃണമുനിം മിത്രം പ്രാപ്യ സ്വാശ്രമം ആഗമക அகிருதமுனிவரை சிநேகிதராக அடைந்து உமது ஆசிரமத்துக்கு திரும்பிவிட்டீர். பிறகு உமது தந்தையால் தாயாரின் பிரீதிக்காக பிதாவின் ஸ்துதியினால் காமதேனுவை தேவலோகத்திலிருந்து சொந்த ஆசிரமத்துக்கு அழைத்து வரப்பட்டது. நீர் தன்னுடைய வம்சஸ்தாபகனான பிருகுவினுடைய நியோகம் அனுசரித்து ஆசிரமத்திலிருந்து புறப்பட்டு ഇമയമലയിൽ പരമശിവനെ ആരാധിത്ത് അവരിടമിരുന്ന് പരശുവെ അതായത് വെൺമഴുവെ അടയുന്നത് അവർ കുറിപ്പിട്ട അസുരനെ കൊன்று பிரம்மாஸ்திரம் முதலியவற்றையும் அடைந்து அதன் பிறகு அகிருதவ்ரணன் என்ற முனிவரை சிநேகிதராக அடைந்து உமது ஆசிரமத்துக்கு திரும்பினேர். പിത്രാമാതൃമുദേസ്തവാഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ശ്ലോകം 5. വീര്യാർജുന വധത്തുക്കുള്ള കാരണത്തെ അവതരിപ്പിക്കാർ. ആഖേടോ ഭഗദോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിത പുരഗദോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹദചമൂചക്രേണ വത്സോഹൃത. പദം പിരിക്കാം. ആഖേട ഉപഗതഃ അർജുനഃ സുരഗവി സംപ്രാപ്ത സമ്പദ് ഗണൈഃ ത്വത് പിത്രാ പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രി വാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുതിയാ തേന അഭി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോ ഹത ചമു ചക്രേണ വത്സഃ ഹൃദഃ. ആകേടോപഗതഃ അർജുനഃ വേട്ടയ്ക്കാக വനം சென்ற கார்த்திருவீர அர்ஜுனன் சுரகவி சம்பிராப்த சம்பத்கணைः த்வத் பித்ரா பரிபூஜிதः காமதேனுவிடமிருந்து கிடைத்த விபவங்களால் உமது பிதாவினால் விருந்தளித்து நன்றாக உபசரிக்கப்பட்டார். புனக புரகதக துர்மந்திரிவாஜா பிறகு தனது நகருக்கு திரும்பிய பின் அவர் துர்மந்திரிகள் கூறியதை கேட்டு காம் கேதும் சஜீவம் நெயுங்தா அந்த பசுவை விலைக்கு வாங்குவதற்காக ஒரு மந்திரியை அனுப்பினான். ருந்தன் முனி பிராணக்ஷேப சரோஷ கோஹத சக்ரேண முனிவர் சம்மதிக்காததினால் அதை அபகரிக்க முயன்ற அந்த துர்மந்திரியை தடுக்கப்பட்டதால் முனிவரை கொன்றான். கோபம் கொண்ட காமதேனு அவனுடன் வந்திருந்த சேனையை கொன்று வீழ்த்திவிட்டது. குதியா தேன அபிவல்சக ஹிருதகா துர்புத்தியான அந்த மந்திரி பசுக்குட்டியை அபகரித்து கொண்டு போனான். வேட்டைக்காக ஒரு சமயம் வனம் சென்ற கார்த்திருவீரார்ஜுனன் உமது பிதாவினால் காமதேனுவிடமிருந்து கிடைத்த விபவங்களால் விருந்தளித்து நன்றாக உபசரிக்கப்பட்டான். தனது நகரத்திற்கு திரும்பிய பின் அவன் துர்மந்திரிகள் கூறியதை கேட்டு அந்த பசுவை விலைக்கு வாங்குவதற்காக ஒரு மந்திரியை மறுபடி அனுப்பினான்.
முனிவர் சம்மதிக்காததினால் அதை அபகரிக்க முயன்ற அவனை துர்மந்திரியை தடுக்கப்பட்டதால் அப்பொழுது அவன் முனிவரை கொன்றான். அதனால் கோபம் கொண்ட காமதேனு அவனுடன் வந்திருந்த சேனையை கொன்று வீழ்த்திவிட்டது. என்றாலும் எப்படியோ அவன் காமதேனுவின் கன்றுக்குட்டியை அபகரித்து சென்று விட்டான். ആഖേടോ ഭഗതോർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹദചമൂചക്രേണ വത്സോഹൃതാം. ശ്ലോകം 6. ശുക്രോജ്ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാ സമം ബിഭ്രദ്ധ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. പദം വരിക്കാം. ശുക്ര ഉജ്ജീവിത താത വാക്യ ചലിത ക്രോധ അധ സഖ്യ സമം ബിഭ്രദ്ധ്യാത മഹോദര ഉപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹ യന്ത്രക രഥം മാഹിഷ്മതീം ആവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുധാഃ സങ്കരം. ത്വം ശുക്രോർജീവിതതാദവാക്യചലിതക്രോധഃ. ഉമത് പിതാ ശുക്രമഹർഷിയാൽ ജീവൻ തിരുപ്പിക്കിടയ്ക്കപ്പെട്ട് അവർ കൂറിയதை കേട്ട് கோபப்பட்டீர். அத சக்கியாசமாம். பிறகு சிநேகிதனான அகிருதமுனியுடன் கூடி தியாத மகோதரோபனிகிதம் சிவனை தியானம் செய்தான். சாபம் குடாரம் சரான் பிப்ரத் தியானித்த உடன் மகோதரன் என்ற சிவதூதனால் கொண்டுவரப்பட்ட வில்லும் வெண்மழுவும் சரங்களும் எடுத்து സഹവാഹയന്ത്രുഖരഥം ആരൂഢഃ. കുതിരകളുടനും സാരഥിയുടനും കൂടിയ തേരിൽ ഏറിക്കൊണ്ട് മാഹിഷ്മതിയും ആവിശൻ മാഹിഷ്മതി നഗരത്തിற்கு சென்று க்ஷிதிபதௌ வாக்பிஹி வல்சம் அதாசுஷி. நிறைய வாட்டி கேட்டு பார்த்தும் அபேட்சித்தும் அரசன் கன்றுக்குட்டியை திருப்பி கொடுக்காததால் சங்கரம் சம்பிராஸ்துதாக போர் தொடங்கினர். பிறகு உமது பிதா சுக்கிரமகர்ஷியால் ஜீவன் திருப்பி கிடைத்த பின் அவர் கூறியதை கேட்டு கோபப்பட்ட நீர் கார்த்தவீர்யார்ஜுனனை எதிர்த்து மகிஷ்மதிக்கு சென்றீர். சிவனை பிரார்த்தித்து அவரால் அனுப்பப்பட்ட மகோதரன் கொண்டு வந்த குதிரைகளுடனும் സാരഥിയുടനും കൂടിയ തേരിൽ ഏറിക്കൊണ്ട് വില്ലും മഴുവും ബാണങ്ങളും ഏന്തി സ്നേഹിതരുടൻ സെன்றீர். ശുക്രോജ്ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാ സമം ബിഭ്രദ്ധ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാസങ്കരം. ശ്ലോകം 7. கார்த்தவீர்யார்ஜுனனுக்கும் பரசுராமனுக்கும் இடையில் கோர யுத்தம் நடக்கிறதை விவரிக்கிறார். പുത്രാണാമയുതേന
സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ. പദം പിരിക്കാം. പുത്രാണാം അയുധേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ മഹാ സേനാനീഭിഃ അനേക മിത്ര നിവഹൈഃ വ്യാജൃംഭിത ആയോധനഃ സദ്യഃ ത്വത്ക കുഠാര ബാണ വിദളത് നിശേഷ സൈന്യ ഉത്കരഃ ഭീതി പ്രദ്രുത നഷ്ട ശിഷ്ട തനയഃ ത്വാം ആപതത് ഹേഹയഃ. ഹേഹയഃ പുത്രാണാം അയുധേന. കാർത്തവീര്യാർജുനൻ 10,000 പുത്രങ്ങളുടൻ സപ്തദശഭിഃ അക്ഷൗഹിണീഭിഃ 17 അക്ഷൗഹിണി സൈന്യങ്ങളെ കൊണ്ടും മഹാസേനാനിഭിഃ പരാക്രമശാലികളാன സേനാപതികളെ കൊണ്ടും അനേക മിത്രനിവഹൈഃ ച അനേക സുഹൃത്ത് കൂട്ടങ്ങളാലും വ്യാജൃംഭിതായോധനഃ മഹായുദ്ധം നടത്തി സദ്യഃ ത്വത്ക കുഠാരബാളവിദള നിശേഷ സൈന്യോത്കരഃ അതിവേഗം ഉമത് വെൺമഴു അസ്ത്രങ്ങൾ ഇവയാൽ എല്ലാ സൈന്യങ്ങളും പിളർക്കപ്പെട്ടവരാക്കി തീർത്ത് ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയഃ ഭയത്താൽ ഇറந்தவர்களுം ഓടിയവர்களுം പോക എഞ്ചിയ പിള്ളൈകളുടൻ ത്വാം ആപതത് மீண்டும் ഉമ്മെ എതിർത്താൻ. 10,000 പുത്രர்களுடனுം 17 அக்ஷௌகிணி சேனைகளுடனும் பெரிய சேனாநாயகர்களுடனும் நண்பர் സമൂഹങ്ങളുടനും കൂടിയ പെരുകിയ കാർത്തവീരാർജുനൻ എതിർത്താൻ. ഒരു നൊടിയിൽ ഉമത് പരശുവാലും ബാണങ്ങളാലും സേനക്കൂട്ടം ചിതറടിക്കപ്പെട്ടത്. ഭയത്താൽ ഓടിയവர்களுം ഇറந்தவர்களுം പോക എഞ്ചിയ പിള്ളൈകളുടൻ വീണ്ടും എതിർത്താൻ. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കുഠാരബാണവിദളന്നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ. ശ്ലോകം 8. കാർത്തവീര്യാർജുനനുடைய നിഗ്രഹം വർണ്ണിக்கிறார். ലീലാവാരിത നർമ്മദാ ജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യധ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം. പദം പിരിക്കാം. ലീല വാരിത നർമ്മദ ജല വലത് ലങ്കേശ ഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്ര മുക്ത ബഹു ശസ്ത്ര അസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയി അധ വൈഷ്ണവേ അഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷം അവധീഹി സഹ അഗാധ പരം തേ പദം. ലീലാവാരിത നർമ്മദാ ജലവല ലങ്കേശ
ശർവാഭക ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം. അമോ. ഒരു സമയം വേട്ടയ്ക്കായി ജലക്രീഡ ചെയ്യുകയിൽ നർമ്മദാ നദിയിൽ ജലത്തെ അണൈക്കെട്ടി നിർത്തി ജലത്തെ പൊങ്കവിട്ടതിനാൽ അതിൽ മുങ്ങിന രാവണനുடைய അഹങ്കാരമെല്ലാം പോക്കവിട്ട പെരുമൈ വാய்ந்த 1000 കൈകളിനാൽ അനവധി ശസ്ത്രങ്ങളെയും ദിവ്യാസ്ത്രങ്ങളെയും വർഷിത്ത് ഇവനെ, അതായത് കാർത്തവീര്യനെ നിരുന്ധൻ എതിർത്ത് നിன்றീർ. അത വൈഷ്ണവേ ചക്രേ അഭി തൊയ് വിഫലേ. ഉമ്മിടം வைஷ்ணவ சக்கரமும் அவன் ஏவியது பயன்படவில்லை. துவாம் ஹரிம் புத்தியா, நீ விஷ்ணுவே என்று அறிந்து கொண்டு துவாம் தியாயந்தாம், உம்மை தியானித்தான். ചിത സർവദോഷം, അതിനാൽ എല്ലാ ദോഷങ്ങളും നീങ്ങി വിട്ടവനാകി. അമും ത്വം അവധീഹി, അവനെ നീർ നിഗ്രഹിത്തീർ. സഹ തേ പരം പദം അഗാത്, അവൻ ഉമത് ഉലകത്തെ അടൈന്താൻ. ഒരു സമയം ജലക്രീഡ ചെയ്യുകയിൽ നർമ്മദാ നദിയിൽ ജലപ്പൊക്കെ 1000 കൈകളാൽ അണൈപ്പോൽ തടുത്ത് തേക്കിനാൻ. നദിയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന രാവണനെ അതിൽ മുഴുകി കഷ്ടപ്പെട ചെയ്ത് അവൻ ഗർവത്തെ പോക്കിനാൻ. அப்படிப்பட்ட பெருமை வாய்ந்த 1000 கைகளினால் அனவதி சஸ்திரங்களை வர்ஷித்து யுத்தம் செய்த அந்த கார்த்தவீரனை நீர் எதிர்த்து நின்றீர். உம்மிடம் அவனேவிய வைஷ்ணவ சக்கரம் பயன்படவில்லை. அப்பொழுது நீர் விஷ்ணுவே என்று அறிந்து கொண்டு சந்தோஷத்துடன் தியானித்தான். അതിനാൽ എല്ലാ ദോഷങ്ങളും നീങ്ങിവിട്ടവനാകി. അപ്പോഴത് അവനെ കൊല്ലവേ അവൻ ഉമത് ഉലകെ അടയുന്താൻ, അതാണത് വൈകുണ്ഠരൂപത്തെ അടയുന്താൻ. ലീലാവാരിത നർമ്മദാ ജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം. ശ്ലോകം 9. ഭൂയോ മർഷിദ ഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. പദം പിരിക്കാം. ഭൂയഃ അമർഷിത ഹേഹയ ആത്മജ ഗണൈഃ താദേ ഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാന ആനീത രഥ ആയുധഃ ത്വം അകൃധാഃ വിപ്രദ്രുഹഃ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഭൂയഃ അമർഷിതഗേഹയാത്മജഗണൈഃ താതേ ഹതേ. அதிகமாகவே கோபம் வந்த ஏகைய குமாரர்கள் உமது பிதாவை கொன்றனர். ரேணுகாம் பகுஷக ஹிருதயம் ஆக்ஞானா நிரீக்ஷ்யா. രേണുക മാർബിൽ ബലமாக അടിத்து കൊണ്ട് പുലമ്പിയതെ കണ്ട് ഘോരാം പ്രതിജ്ഞാം വഹൻ ത്വം, നീർ ഘോരமான പ്രതിജ്ഞ ചെയ്തീർ. ധ്യാനാനീതരഥായുധ, ധ്യാനത്താൽ ആയുധങ്ങളെ വരവഴിക്കപ്പെട്ട് ദിക്ചക്രേഷു, എല്ലാ ദിക്കുകളിലും சென்று വിപ്രദ്രുഹ ക്ഷത്രിയാൻ കുഠാരയൻ വിശിഖയൻ, ബ്രാഹ്മണദ്രോഹികളാണ് ക്ഷത്രിയർകളെ മുഴുവനും സിതൈത്തും ബാണങ്ങളാൽ എയ്തും മേദിനിയും
നിക്ഷത്രിയാം അകൃതാഹ. ഭൂമിയിൽ க்ஷத்திரியர்களில்லாததாக செய்தீர். தந்தை கொல்லப்பட்டதில் இன்னும் அதிகமாகவே கோபம் வந்த ஹேகைய குமாரர்கள் உமது பிதாவை கொன்றனர். രേണുക മാർബിൽ ബലமாக അടിത്തുകൊണ്ട് പുലമ്പിനാൽ അതേ കണ്ട് പൊറുക്കാമൽ നീർ ഘോരமான പ്രതിജ്ഞ ചെയ്ത് ധ്യാനത്താൽ വരവഴിക്കപ്പെട്ട തേരെയും ആയുധങ്ങളെയും കൊണ്ട് എല്ലാ ദിക്കുകളിലും சென்று ബ്രാഹ്മണദ്വേഷികളാണ് ക്ഷത്രിയർകളെ പരശുവാൽ ശിതയിത്തും ബാണങ്ങളാൽ എയ്തും ഭൂമിയെ ക്ഷത്രിയർകളില്ലാത്തതാക ചെയ്തീർ. ഭൂയോമർഷിതഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ശ്ലോകം 10. പരശുരാമൻ നിർവഹിത്ത അത്ഭുത കൃത്യങ്ങളെ വിവരിക്கிறார். താദോജ്ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. പദം പിരിക്കാം. താത ഉജ്ജീവന കൃത് നൃപാലക കുലം ത്രിസപ്ത കൃത്വഃ ജയൻ സന്ദർപ്യ അധ സമന്തപഞ്ചക മഹാ രക്തഹ്രദ ഓഘേ പിതॄൻ യജ്ഞേ ക്ഷ്മാം അഭി കാശ്യപ ആദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി ശമിതഃ യുദ്ധാത് കുമാരൈഃ ഭവാൻ. ഭവാൻ தாதோர்ஜீவனகிருத். நீர் தந்தையை பிழைக்க வைத்து நிர்பாலகுலம் த்ரிசப்தகிருத்வக ஜெயன். 21 முறை க்ஷத்ரிய குலத்தை ஜெயித்து அத சமந்த பஞ்ச மகாரக்த ஹிருதௌகே பித்ரூன் சந்தர்ப்யா. பிறகு சமந்த பஞ்சகம் என்ற பெரிய இரத்தமயமான பெரும் கயத்தில் பிதர்களுக்கு தர்ப்பணம் செய்து யக்ஞ க்ஷமாம் அபி காஷ்யபாதிஷு திசன். யாகத்தில் காஷ்யபன் முதலியவர்களுக்கு பூமியை தட்சிணையாக கொடுத்தீர். സാൽവേന യുദ്ധ്യൻ. സാൽവനോട് യുദ്ധം ചെയ്ത് പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി കുമാരൈഃ യുദ്ധാത് ശമിതഃ. பிறகு கிருஷ்ணன் இவனை கொல்லப்போகிறான் என்று சனகுமாராதி திவ்யர்ஷிகளால் போரிலிருந்து விலகிய நீர் சாந்தி அடைந்தவரானீர். மேலும் நீர் பிதாவை பிழைப்பித்து 21 முறை க்ஷத்ரிய குலத்தை ஜெயித்து கூட்டமான சமந்த பஞ்சகம் என்ற பெரிய இரத்தமயமான பெரும் கயத்தில் பிதர்களுக்கு தர்ப்பணம் செய்த பிறகு யாகத்தில் காஷ்யபன் முதலியவர்களுக்கு பூமியை தட்சிணையாக கொடுத்தீர். பிறகு சால்வ மன்னருடன் யுத்தம் தொடுத்த பொழுது ஸ்ரீகிருஷ்ணன் இவனை கொல்லப்போகிறான் என்று சனத்குமார் முதலியவர்களால் சொல்லப்பட்டதினால் போரிலிருந்து விலகி நீர் சாந்தி அடைந்தவராக செய்யப்பட்டீர். താദോജ്ജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ
യുദ്ധാത് കുമാരൈർഭവാൻ. ശ്ലോകം 11. നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. പദം പിരിക്കാം. ന്യസ്യ അസ്ത്രാണി മഹേന്ദ്ര ഭൂപൃതി തപഃ തന്വൻ പുനഃ മജ്ജിതാം ഗോകർണ അവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ അർത്ഥിതഃ താപസൈഃ ധ്യാത ഇശ്വാസ ധൃത അനല അസ്ത്ര ചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരളഃ ഭൃഗുപതേ വാദേശ സംരക്ഷ മാം. ഭൃഗുപതേ വാദേശ. പരശുരാമനാன ശ്രീ ഗുരുവായൂരപ്പ, ത്വം അസ്ത്രാണി ന്യസ്യ, നീർ അസ്ത്രങ്ങളെ ത്യാഗം ചെയ്തുവിട്ട് മഹേന്ദ്ര ഭൂഭൃതി തപഃ തന്വൻ, മഹേന്ദ്രമലയിൽ തവം ചെയ്തുകൊണ്ടിരിക്കയിൽ പുനഃ ഗോകർണാവധി, പിറകു ഗോകർണം വരെ സാഗരേണ മഞ്ജിതാം ധരണീം ദൃഷ്ട്വാ, സമുദ്രത്തിൽ ഭൂമി മുഴുകുവതാക കണ്ട് താപസേഹി അർത്ഥിതഃ, തപസ്വികളാൽ പ്രാർത്ഥിക്കപ്പെട്ട് ധ്യാതേ ശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും, ധ്യാനത്തിനാൽ വരവഴിക്കപ്പെട്ട വില്ലിൽ ആഗ്നേയാസ്ത്രത്തെ തൊടുത്തതെ പാർത്ത് ഭയந்த സമുദ്രത്തെ സ്രുവക്ഷേപണാത് ഉത്സാര്യ, മഴു എറിந்து அந்த எல்லை வரை விலக செய்து ഉദ്ധ്യത കേരളഃ, കേരളത്തെ ഉദ്ധാരണം ചെയ്തീർ. സഹ ത്വം മാം സംരക്ഷ, அப்படிப்பட்ட நீர் குருவாயூரப்ப என்னை காப்பாற்ற வேண்டும். பிருகுகுல நாயகா, நீர் பிறகு അസ്ത്രങ്ങളെ ത്യാഗം ചെയ്തുവിട്ട് മഹേന്ദ്രമലയിൽ തവം ചെയ്തു കൊണ്ടിരിക്കയിൽ ഗോകർണം വരെ ഭൂമിയാനത് സമുദ്രത്തിൽ മുഴുകുവതെ കണ്ട് തപസ്വികളാൽ പ്രാർത്ഥിക്കപ്പെട്ട് ധ്യാനത്തിനാൽ വരവഴിക്കപ്പെട്ട വില്ലിൽ ആഗ്നേയാസ്ത്രത്തെ തൊടുത്തതെ പാർത്ത് ഭയந்த സമുദ്രത്തെ മഴുവെറിந்து அந்த எல்லை வரை விலக செய்து കേരള ദേശത്തെ ഉദ്ധാരണം ചെയ്തീർ. அப்படிப்பட்ட குருவாயூரப்ப என்னை காப்பாற்றியருளும். இந்த விவரணம் பாகவதத்தில் கூறப்படவில்லை. இந்த கதை பிரம்மாண்ட புராணத்தில் வருகிறதாம். നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധം 15-16 അധ്യായങ്ങളിൽ പരശുരാമ അവതാര കഥയെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. പാരായണം. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം സത്യം കർത്തുമധാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം
സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം ലബ്ധ്വാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാക് ആസക്താം കില മാതരം പ്രതിപിദോ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാധശാന്താത് പിതു തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേദാദ്വരാൻ പിത്രാ മാതൃമുദേസ്തവാഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം ആഖേടോ ഭഗദോർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വത്പിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഗ്രേതും സജീവം ന്യയുങ്ക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹദചമൂചക്രേണ വത്സോ ഹൃതാ ശുക്രോജ്ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാ സമം ബിഭ്രദ്ധ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രഗരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപദൗ സംപ്രാസ്തുധാ സങ്കരം പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധനാ സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ധേഹയാ ലീലാവാരിദ നർമ്മദാ ജലവലദ്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിദ സർവദോഷമവധി സോഗാത് പരം തേ പദം ഭൂയോ മർഷിദഹേഹയാത്മജഗണൈസ്താദേഹതേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം താദോജ്ജീവനകൃത് നൃപാലകകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ ന്യസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ധ്യാതേശ്വാസധൃദാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോ ധൃതകേരളോ ഭൃഗുപതേ
വാദേശ സംരക്ഷമാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.